H-1B വിസ പദ്ധതി പരിഷ്കരിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിലവിൽ വിസ അനുവദിക്കുന്ന ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കാനാണ് നിർദ്ദേശം. ലോട്ടറി സമ്പ്രദായം എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്ന് സർക്കാർ നിരീക്ഷണം. പകരം കൂടുതൽ യോഗ്യതയും ശമ്പളവും വൈദഗ്ധ്യവുമുള്ളവർക്ക് മുൻഗണന നൽകും. ഇതിനായി വെയ്റ്റഡ് സെലക്ഷൻ രീതി നടപ്പിലാക്കാനാണ് തീരുമാനം. വെയ്റ്റഡ് സെലക്ഷൻ രീതിയുടെ ഭാഗമായി പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും. ഏറ്റവും ഉയർന്ന ശമ്പളമുള്ളവർക്ക് 4 തവണ വിസയ്ക്കായി പരിഗണിക്കും. കുറഞ്ഞ വേതനമുള്ളവരെ 1 തവണയാകും പരിഗണിക്കുക. US സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കടക്കം പരിഷ്കാരം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ആഗോള പ്രതിഭകളെ US സമ്പദ് വ്യവസ്ഥയിലേക്ക് ആകർഷിക്കാൻ പുതിയ നിർദ്ദേശം വഴിവെക്കുമെന്ന് മാനിഫെസ്റ്റോ ലോയിലെ പ്രിൻസിപ്പൽ ഇമിഗ്രേഷൻ അറ്റോർണി നിക്കോൾ ഗുണാര പറഞ്ഞു. US-ന്റെ H-1B വിസ പരിഷ്കരണത്തിന് പിന്നാലെ ആഗോള പ്രതിഭകളെ ആകർഷിക്കാൻ UK ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. K വിസയുമായാണ് ചൈന രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെയാണ് പദ്ധതി പരിഷ്കരിക്കാൻ US ഭരണകൂടം തീരുമാനമെടുക്കുന്നത്. അതേസമയം ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഉൾപ്പെടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന അവകാശവാദം ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുവന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 80ാമത് പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിച്ചത്. മറ്റൊരു ലോക നേതാവോ രാഷ്ട്രതലവനോ ഇത്രയും വലിയ പ്രവൃത്തി അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ലെന്നും 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നോട് ഐക്യരാഷ്ട്ര സംഘടന ഒരു നന്ദി പോലും പറഞ്ഞില്ലെന്നും ട്രംപ് വിമർശിച്ചു. ഇസ്രായേലും ഇറാനും ഇന്ത്യയും പാകിസ്ഥാനും റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തായ്ലൻഡും കംബോഡിയയും അർമേനിയയും അസർബൈജാനും ഈജിപ്തും എത്യോപ്യയും സെർബിയയും കൊസോവോയും ഇത്രയും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു. മറ്റൊരു ലോക നേതാവും ഇത്രയുമൊന്നും അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല. ഒരു നന്ദി പോലും ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞില്ല. ഒന്ന് സഹായിക്കാൻ പോലും ശ്രമിച്ചില്ല എന്നും ട്രംപ് ആരോപിച്ചു. റഷ്യ യുക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിൽ പ്രധാനികൾ ചൈനയും ഇന്ത്യയുമാണ്. ആ സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ യുക്രൈൻ യുദ്ധം ആരംഭിക്കില്ലായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ചൈനയും ഇന്ത്യയും ഇപ്പോഴും യുദ്ധത്തിന് ധനസഹായം നൽകുകയാണെന്ന് ട്രംപ് പറഞ്ഞു.